രാം നാരായൺ രാം. ഗുപ്തരാജ്യത്തിൽ ഗുപ്തമായി 24 രീതിയിലായി ജീവിക്കലാണ് നമ്മുടെ ധർമ്മം. എത്ര തവണ വീര്യപാതം സംഭവിച്ചാലും നാം നശിച്ചുപോയില്ല. ഇതെന്തിനാണ് പറയുന്നത്? വീര്യപാതത്തിന്റെ ആഗ്രഹം, അല്പം തൃപ്തിയുടെ ആഗ്രഹം കൊണ്ട് നമ്മുടെ സ്വരൂപം എത്ര ഭീകരമാകുന്നു. ഇത് മഹാസമുദ്രത്തിലെ ഒരു തുള്ളി ജലത്തിന്റെ സമാനമാണ്. ഭൂമിയോളം മഹത്തായ ഒരു കണിക നമ്മളിലുണ്ട്. ആ ഒറ്റ കണിക എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഒരു കണികയുടെ ആഗ്രഹത്തിനായി ഇത്രയും കഷ്ടപ്പെടേണ്ടതുണ്ടോ? പക്ഷേ ഭൂമിയിലെ എല്ലാ കണികകളും മുറിപ്പടിയാൽ, ഒരു കണികയുടെ അന്ത്യവഴിയെ നിയന്ത്രിച്ചാലും, ഭൂമിയിലെ ആ മഹാകണിക മുഴുവനായി പ്രകാശിച്ചാൽ ആ അനന്ത കണികകളുടെ ശക്തിയെ ആരാണ് നിയന്ത്രിക്കാനാകുക? ആ മഹാവീര്യപാതത്തിന്റെ പ്രവാഹം സഹസ്രാരത്തിനിടയിൽ ഒഴുകാൻ തുടങ്ങുമ്പോൾ അതിന്റെ സത്യതയെ ഓർക്കണം. ഇവിടെ പ്രാപ്യമായ സന്തോഷം ഒരു ചുള്ളിക്കുരുവിന്റെ കിളി പോലെ നിസ്സാരം. രാത്രിയിൽ ഭക്ഷണം കഴിച്ച് സുഖം അനുഭവിക്കുമ്പോൾ കിളിരിപ്പു തുടങ്ങും. അടുക്കളി തുടിച്ചു തുടിച്ച ശേഷം രക്തം വരുമ്പോൾ ഒരു രസമായിരിക്കും. പക്ഷേ അതിനുശേഷം ഉപ്പേറിയ ചേമനും അതിൽ പതിക്കുമ്പോൾ സഹിക്കാനാകാതെ വേദനിക്കും. അല്പം വീര്യപാതം സംഭവിച്ച ശേഷം വീണ്ടും ദുഃഖമുണ്ടാകും. ഇതിന് ഒരവസാനവുമില്ല. നാം പോകുന്ന സംഗമസ്ഥലം പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള സംയുക്തം, ശവശക്തിയുടെ സംഗമം. ആ സംഗമാവസ്ഥയിൽ നോക്കൂ, എത്ര സൂര്യൻ ഭൂമിയുടെ രൂപത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ശാശ്വതാവസ്ഥ, മഹാനിർവാണാവസ്ഥ, ചിദാനന്ദം, ബ്രഹ്മാനന്ദാവസ്ഥ. നിങ്ങളുടെ സ്വരം ആ മഹാസ്വരവുമായി ലയിച്ചാൽ സമാധിയുടെ സ്വരം നിങ്ങളുടെ ഉള്ളിൽ ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ഓരോ കണികയും തൻ്റെതായ ശക്തിയോടെ സംസാരിക്കും. നിങ്ങൾ സർവദർശിയാകും. മന്ത്രത്തിന്റെ ശബ്ദം പ്രകാശം കാട്ടും. അതുപോലെയാണ് മാച്ച് സ്റ്റിക്ക്, പൊട്ടാസ്യം പെർമഗ്നേറ്റ്. ഇവയെ നോക്കിയാൽ അതിൽ തീയുണ്ടെന്ന് തോന്നില്ല. എന്നാൽ അതിനെ ഒരിക്കൽ ഉരസിച്ചാൽ അത് പെട്ടെന്ന് ജ്വലിക്കും. രാം നാരായൺ രാം.